ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യകാരണ സിദ്ധാന്തമാണ്. കാര്യകാരണ സിദ്ധാന്തത്തിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ചത് സത്കാര്യവാദമാണ്. വാട്ട് യു മീൻ ബൈ സത്കാര്യവാദ? സത്കാര്യവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് ഫോംഡ് ന്യൂലി. ഈ യൂണിവേഴ്സിൽ നമ്മൾ കാണുന്ന ഒരു സാധനങ്ങളും അല്ലെങ്കിൽ ഒരു എഫക്റ്റും പുതുതായി ഉണ്ടാകുന്നില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്നത് സാംഖ്യദർശനവും യോഗദർശനവുമാണ്. According to Sankhya Darshana, Yoga Darshana, they are explaining Satkaryavada, and which is explaining that nothing in the universe is formed newly, or a formed thing, a newly formed thing is a evolution or transformation of a already pre-existing thing. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സാധനത്തിൻ്റെ എവല്യൂഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനോ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പുതിയൊരു സാധനം അല്ലെങ്കിൽ നമ്മൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്, കുറേ എക്സാമ്പിൾ നമുക്കത് പറയാൻ പറ്റും. അതിലത്ത് സാംഖ്യദർശനക്കാർ പറയുന്നത് മിൽക്കിൽ നിന്ന് കേടുണ്ടാവുന്നു. മിൽക്കും കേടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് തോന്നിയാണ് മിൽക്കും കേടും ഡിഫറെൻ്റ് ആണെന്ന്. പക്ഷേ അവിടെ മിൽക്കിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് കേടിലേക്ക് നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സാധനം അല്ലെങ്കിൽ സത്കാര്യവാദം എന്ന് വെച്ചാൽ കോസും എഫക്റ്റും. നമ്മളിപ്പോൾ പഠിക്കുന്ന കോസ് എഫക്റ്റ് തിയറിയാണ്. എഫക്റ്റ് കോസിൽ നിന്നാണ് എഫക്റ്റ് ഉണ്ടാകുന്നത്. സത്കാര്യവാദം പ്രകാരം കോസിൽ നിന്ന് തന്നെയാണ് എഫക്റ്റ് ഉണ്ടാവുക. പക്ഷേ കോസിൻ്റെ ട്രാൻസ്ഫോംഡ് സ്റ്റേജാണ് എഫക്റ്റ്, അല്ലാതെ പുതിയൊരു സാധനമല്ല എന്ന് പറഞ്ഞു. ഈ കോസ് തന്നെ നമുക്ക് എഫക്റ്റിൽ കാണാൻ പറ്റും. ഇപ്പം മുട്ടയിൽ നിന്ന് ഓംലെറ്റ് ഉണ്ടാകണമെങ്കിൽ മുട്ടയാണ് കോസ്, ഓംലെറ്റാണ് എഫക്റ്റ്. വി ക്യാൻ സീ ദിസ് എഗ് ഇൻ ദി ഓംലെറ്റ്. ദിസ് തിയറി ഓർ ദിസ് കൺസെപ്റ്റ് ഈസ് പോസ്റ്റുലേറ്റഡ് ഓർ എക്സ്പ്ലെയിൻഡ് ബൈ സാംഖ്യ ദർശന ഓർ യോഗ ദർശന. The next one is Asatkaryavada. The most important one, the Satkaryavada and Asatkaryavada. നിങ്ങൾക്കിത് എക്സാമിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹോൾ കാര്യകാരണ സിദ്ധാന്തം they can ask you with for 10 marks, or they can ask you what is Satkaryavada exclusively for 10 marks or Asatkaryavada for 10 marks. നമുക്ക് അസത്കാര്യവാദം എന്നത് പഠിക്കാം. സത്കാര്യവാദത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസത്കാര്യവാദം. സത്കാര്യവാദത്തിൽ എന്താ പറയുക? നത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ആർ ഫോംഡ് ന്യൂലി. അക്കോർഡിംഗ് ടു അസത്കാര്യവാദം എന്തായിരിക്കും? അപ്പം എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഫോംഡ് ന്യൂലി. അക്കോർഡിംഗ് ടു സത്കാര്യവാദ നത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഫോംഡ് ന്യൂലി. ദെൻ അസത്കാര്യവാദം എന്തായിരിക്കും? എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഫോംഡ് ന്യൂലി. Asatkaryavada is postulated by or proposed by Nyaya Vaisheshika Darshana. Then Satkaryavada is postulated by Sankhya Yoga Darshana. Asatkaryavada is proposed by Nyaya Darshana or Vaisheshika Darshana. On contrary to Satkaryavada, it is opposite to Satkaryavada. What is product does not exist in cause before its manifestation. ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന് ശേഷം ഉണ്ടാകുന്നതാണ് എഫക്റ്റ്. പക്ഷേ ഈ സത്കാര്യവാദം പ്രകാരം എന്താണ്? കോസ് തന്നെ എഫക്റ്റ് കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു ന്യായ വൈശേഷിക ദർശന കോസ് ഡിഫറെൻ്റ് ആണ്, ആ എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. കോസിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എഫക്റ്റിൽ കാണുക. പക്ഷേ നേരത്തെ പഠിച്ച നമ്മൾ സത്കാര്യവാദത്തിൽ പഠിക്കുന്ന കോസിൽ നിന്ന് അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും എവല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജസിലേക്കൂടെ കടന്നു പോയിട്ട് കാണുന്ന സാധനമാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹിയർ ഇൻ ന്യായ വൈശേഷിക ദർശന ഇസ് ടെല്ലിംഗ് കോസ് ഇസ് ഡിഫറെൻറ്റ്, എഫക്റ്റ് ഈസ് ഡിഫറെൻറ്റ്. എവറിത്തിങ് ഇൻ ദ every product is formed from cause only, but it will be different here. Previously there will be transformed stage of cause is effect. In the process of production, the cause is subjected to disintegration before it gets converted to product. കോസ് ഒരു എഫക്റ്റ്, കോസിൽ നിന്നൊരു എഫക്റ്റ് ഉണ്ടാവുക, അതൊരു പ്രോസസ്സ് എന്ന് പറയും. നമ്മൾ കോസിൽ നിന്നൊരു എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകും. ആ പ്രോസസ്സിൽ കോസ് പൂർണ്ണമായും നശിച്ചിട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് അസത്കാര്യവാദം പറയുന്നത്. ദാറ്റ് ഈസ് എഫക്റ്റ് ഈസ് എ ഓർ പ്രൊഡക്റ്റ് ഈസ് എ ന്യൂലി തിങ് ഓർ ഡിഫറെൻറ്റ് തിങ് വെൻ കമ്പയർഡ് ടു കോസ്. കാരണനാശാത് കാര്യോത്പത്തി. കാര്യ ഉത്പത്തി, ഒരു എഫക്റ്റ് ഉണ്ടാണെങ്കിൽ കാരണം അല്ലെങ്കിൽ കോസ് നശിക്കണം. കോസ് നശിച്ചതിന് ശേഷമാണ് അത് എഫക്റ്റ് ഉണ്ടാകുക. നശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാതാകുക എന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ. നശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് കോസ് അവിടെ കാണാൻ പറ്റില്ല, ഒരു പുതിയൊരു സാധനമാണ് ഉണ്ടാകേണ്ടത്. ദാറ്റ് മീൻസ് ദർ ഇസ് എ സ്റ്റേജ് വെയർ ദ ആക്ച്വൽ കോസ് ബിക്കം നോൺ എക്സിസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് അസത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അസത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ എക്സിസ്റ്റൻറ്റ്. ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിൽ ഇവിടെ എന്താണ് പറയുന്നത്? കോസ് നോൺ എക്സിസ്റ്റൻ്റ് ആവുകയാണ് എഫക്റ്റിൽ കാണുന്നത്. ഒരു പ്രോസസ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു
ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ എക്സാമ്പിൾ എടുക്കാം. ഈ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയാണ് കോസ്, ഓംലേറ്റാണ് എഫക്റ്റ്. സോ ഈ മുട്ട അപ്രത്യക്ഷമാകും ഓംലേറ്റിൽ. അതാണ് ഈ തിയറി പറഞ്ഞിരിക്കുന്നത്. മുട്ട എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ, അത് നമ്മളൊന്ന് റൗണ്ടായിട്ട് അല്ലെങ്കിൽ ബോളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വൈറ്റ് കളറിൽ ഒരു തോടുള്ള സാധനം ഓംലേറ്റ് ആക്കുന്ന സമയത്ത് അതൊന്നും കാണുന്നില്ല. പുതിയൊരു സാധനമാണ്, പുതിയൊരു ഷേപ്പിലാണ് കാണുന്നത്, അല്ലെ പുതിയൊരു പേരിലാണ് നമ്മൾ അത് അറിയപ്പെടുന്നത്. സോ ഇതാണ് ഈ തിയറി പ്രകാരം, സത്കാര്യവാദത്തിൻ്റെ തിയറി പ്രകാരം പറയുന്നത്. സത്കാര്യല്ല, അസത്കാര്യവാദത്തിൻ്റെ തിയറി പ്രകാരം പറയുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, ആരംഭവാദം, തിയറി ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറയും. സോ തിയറി ഓഫ് കമൻസ്മെൻറ്റ് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടല്ല, ഈ അസത്കാര്യവാദത്തിൻ്റെ വേറെ പേരാണ് ആരംഭവാദം. അത് നമുക്ക് കുറച്ചുകൂടി ഒരു ഷോർട്ടായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ആരംഭവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ആരംഭവാദം. ദാറ്റ് മീൻസ് അസത്കാര്യവാദം തന്നെയാണ് ആരംഭവാദം. സോ ആരംഭം മീൻസ് ന്യൂ എന്നുവെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനുള്ള ആ ഒരു ഇനീഷ്യൽ ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന അതിനെയാണ് ആരംഭം എന്ന് പറയുക. സോ ഈ ഒരു അസത്കാര്യവാദത്തിന് ആരംഭവാദം എന്നും പറയുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് അസത്കാര്യവാദ ഈസ് സപ്പോർട്ട് ബൈ ഫോളോയിങ് പോയിന്റ്സ്. എന്തുകൊണ്ടാണ് ഈ അസത്കാര്യവാദം എന്ന് പറയുന്ന ഒരു തിയറി കൊണ്ടുവരാൻ കാരണം? മുമ്പിൽ പറഞ്ഞിരിക്കുന്ന സത്കാര്യവാദം തെറ്റായ കൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടല്ലോ. ഈ ന്യായവൈശേഷിക ദർശനത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് അത് ശരിയായെന്നില്ല തോന്നില്ല, ഇത് ശരിയല്ല. ഈ പറഞ്ഞിരിക്കുന്നത്, ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന സാങ്ക്യം യോഗ ദർശനക്കാരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് അവർ പോസ്റ്റുലേറ്റ് ചെയ്ത സത്കാര്യവാദം തെറ്റാണെന്നോ, അല്ലെങ്കിൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പുതിയ തിയറി വരുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു പുതിയ തിയറികൾ വരുമോ. പഴയ തിയറി മാറി ഒരു പുതിയ തിയറി വരണമെങ്കിൽ പഴയ തിയറി ഒന്നിക്കൽ എക്സ്പയർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ തിയറി കൊണ്ടുവരുന്നത്. സോ ഇവിടെ അസത്കാര്യവാദം, അതായത് ന്യായവൈശേഷികന്മാർ എന്തുകൊണ്ടാണ് അസത്കാര്യവാദം എന്ന് പറഞ്ഞാൽ പുതിയ തിയറി കൊണ്ടുവരാൻ കാരണം, അവരുടെ കുറച്ച് റീസൺസ് പറയണം. എന്തൊക്കെയാണത്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് നിമിത്ത കാരണ ഇഫ് കാര്യ എക്സിസ്റ്റൻ കാരണ. സത്കാര്യവാദത്തിൽ സാങ്ക്യ യോഗ ദർശനക്കാർ പറയുന്നു കാര്യം കാരണത്തിൽ, അല്ലെ കാരണം കാര്യത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്ന്. അതിൻ്റെ ഒരു എന്താ പറയുക, കാരണത്തിൻ്റെ ഒരു എവല്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ് എഫക്റ്റ് അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നു. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം. സാങ്കേതിക യോഗ ദർശനങ്ങൾ പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ്, ഞാൻ അക്ഷപാദ ഗൗതമനും കണാദനും പറയുകയാണ് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അത് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാണ് നിമിത്ത കാരണം? നിമിത്ത കാരണം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മുട്ട ഓംലേറ്റ് നമ്മൾ താനേ വെച്ച് കഴിഞ്ഞാൽ മുട്ടയിൽ നിന്ന് ഓംലേറ്റ് ഉണ്ടാകത്തില്ല, ഒരാൾ ഉണ്ടാക്കണം. നമ്മളെപ്പോലത്തെ ഒരാൾ കിച്ചണിൽ പോയി നമ്മൾ മുട്ട ഉടച്ചു, അല്ലെങ്കിൽ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മുട്ട ഉണ്ടാക്കാൻ. അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ മുട്ടയിൽ തന്നെ ഓംലേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു നിമിത്തം, ഒരു തേർഡ് പേഴ്സൻ്റെ ആവശ്യമുള്ളതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കണാദനും, അല്ലെങ്കിൽ ന്യായവൈശേഷികന്മാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദെൻ സെക്കൻഡ് ഡൗട്ടാണ് അവരുടെ കാര്യ എക്സിസ്റ്റൻസ് കാരണം. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ടു നെയിംസ്? ഈ കാര്യം കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമാണെങ്കിലും ട്രാൻസ്ഫോർമേറ്റഡ് സ്റ്റേജ് ആണെങ്കിലും പിന്നെ എന്തിനാണ് രണ്ട് പേരിൽ അറിയപ്പെടുന്നത്? ഇതിനാണ് മുട്ട എന്ന് പറയുന്നതും ഓംലേറ്റ് എന്ന് പറയുന്നതും. നമുക്ക് രണ്ടിനും കൂടി മുട്ട എന്ന് പറഞ്ഞാൽ പോരെ, മുട്ടയ്ക്ക് മുട്ടയും ഓംലേറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് രണ്ട് പേരുകൾ പറയുന്ന ആവശ്യം? അത് വ്യത്യസ്തമല്ല നിങ്ങൾ പറയുന്നു. സാങ്കേദർശനക്കാരും യോഗ ദർശനക്കാരും പറയുന്നു ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, നിങ്ങൾ ട്രാൻസ്ഫോർമഡ് സ്റ്റേജസ് ആണെന്നൊക്കെ പറയുന്നു. ഇനി വിവർത്തവാദക്കാർ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ, വിവർത്തവാദക്കാർ വേദാന്തക്കാർ പറയുന്നു നിങ്ങൾ കാണുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ പ്രശ്നം എന്നുള്ള. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ എന്തിനാണ് രണ്ട് പേര് പറയുന്നത്? നമുക്ക് ഒരു പേര് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നു. ദെൻ ഇഫ് കാര്യ ആൻഡ് കാരണ ആർ വൺ ആൻഡ് ദ സെയിം, ദേ ഷുഡ് സെർവ് ദ സെയിം പർപ്പസ്. ഇതും ഒരു ലോജിക്കലാണ്. ഈ രണ്ടും കാര്യവും കാരണവും സെയിം ആണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ആ സാധനങ്ങൾ നമുക്ക് സെർവ് ചെയ്യേണ്ട സെയിം പർപ്പസിനായിരിക്കണ്ടേ? ഫോർ എക്സാമ്പിൾ മുട്ട എന്ന് പറയുന്ന സാധനം, ഓംലേറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ രണ്ടും രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഈ സാങ്കേതിക യോഗ ദർശനക്കാരിൽ അക്കോർഡിംഗ് ടു ദം അവരെന്താ പറയുന്നത്? ഈ മുട്ടയും ഓംലേറ്റും രണ്ടും ഒന്ന് തന്നെയാണെന്ന്. അപ്പോൾ അതിൻ്റെ പർപ്പസ് വ്യത്യാസമല്ലേ, പർപ്പസ് സെയിം ആയിരിക്കണ്ടേ? ഇതിന് മുട്ടയും ഓംലേറ്റും കൊണ്ട് കുറച്ചും കൂടി നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ പോട്ടിൻ്റെയും ക്ലേൻ്റെയാണ്. നമ്മളിപ്പോൾ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുട്ടയുടെ ഓംലേറ്റിൻ്റെ നമുക്കത് അത്രത്തോളം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ഡൗട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്ലേ വെച്ച് നമുക്ക് പറയാം. ക്ലേ നിന്നാണ് നമ്മൾ ഒരു കുടം ഉണ്ടാക്കുന്നത്, ഒരു പോട്ട് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് സാങ്കേതിക ദർശനക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും പർപ്പസ് ഒന്നായിരിക്കണ്ടേ?
നമുക്കിപ്പോൾ ഒരു കുടം വെച്ചിട്ട് നമുക്ക് എന്താക്കാം വെള്ളം കോരാൻ പറ്റും. പക്ഷേ ക്ലേ വെച്ചിട്ട് നമുക്ക് വെള്ളം കോരാൻ പറ്റുമോ? രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ രണ്ടിൻ്റെയും പേർപ്പസ്, രണ്ടിൻ്റെയും കഴിവുകളിൽ, രണ്ടിൻ്റെയും എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കുന്ന ആ കഴിവുകൾ സെയിം ആയിരിക്കണ്ടേ? ബട്ട് തിങ്സ് ആർ ഡിഫറെൻറ്റ്. Clay is for something other and pot is for taking water. So things are different. So according to Nyaya Vaisheshika Darshana, they are put forth some doubts, asking some doubts to Sankhya Yoga Darshana, to the scholars of Sankhya or Yoga Darshana. That is, first one is why you have put different nomenclature, why you have given different purposes, and what is the use of Nimitta Karana or third person for Karya Karana or cause effect. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പം നമുക്കൊരു ഡൗട്ട് വരും. അല്ലെങ്കിൽ ഈ ഡൗട്ട് ആരുടെ ചോദിച്ചിട്ടുണ്ടാവുക? ഈ വൈശേഷിക ന്യായ വൈശേഷികന്മാരെ പഠിക്കാൻ വരുന്ന, അല്ല അവിടുത്തെ ടീച്ചേഴ്സ്, അല്ല അവിടുത്തെ സ്റ്റുഡൻസ് ചോദിച്ചായിരിക്കും ഈ ഡൗട്ടുകൾ. അവർ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ന്യായ വൈശേഷികം പഠിക്കാൻ വന്ന കുട്ടികളെ സാങ്കേദർശനങ്ങളും യോഗദർശനങ്ങളും പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികൾ ചോദിച്ച ഡൗട്ടായിരിക്കും ഇതൊക്കെ. അപ്പോഴാണ് ഇവർ ഈ ഒരു മുമ്പ് പറഞ്ഞിരിക്കുന്ന സാങ്ക്യവും യോഗവും പറഞ്ഞിരിക്കുന്ന സത്കാര്യവാദം നമുക്ക് വേണ്ട, അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു പുതിയ തിയറി പോസ്റ്റുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അസത്കാര്യവാദം എന്ന് പറയുന്ന തിയറി കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും സാങ്കേദർശനക്കാർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ നിമിത്ത കാരണ ഈസ് റിക്വയർഡ് ടു ബ്രിങ് ദ ഇൻവിസിബിൾ ഫോം ഇൻ ടു വിസിബിൾ ഫോം. ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 ഡൗട്ടുകളും സാങ്കേദർശനക്കാരും യോഗദർശനക്കാരും അവർ എഴുതുന്ന സമയത്ത്, അല്ല അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ രീതിയിൽ ഇതിനെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന 3 കാരണങ്ങളാണ്. നിമിത്ത കാരണം എന്ന് വെച്ചാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സാധനം വിസിബിൾ ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കാരണം കോസ് ഇൻവിസിബിൾ ആയിരിക്കും, എഫക്റ്റിൽ അത് വിസിബിൾ ആയിരിക്കും കോസ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോമിനെ വിസിബിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് നിമിത്തം എന്നാണ് സാങ്കേദർശനക്കാർ പറയുന്നത്. ദെൻ 2 names are given only to distinguish between visible and invisible. 2 പേര് നൽകിയിരിക്കുന്നത് വിസിബിൾ ആയിരിക്കുന്നതും ഇൻവിസിബിൾ ആയിരിക്കുന്നതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 പേര് നൽകുന്നത്. മുട്ട ഇൻവിസിബിൾ ആയിരിക്കും, ഓംലെറ്റ് ആകുമ്പോൾ വിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് 2 പേര് നൽകിയിരിക്കുന്നതെന്ന് സാങ്ക്യ യോഗദർശനക്കാർ പറയുന്നു. Then when there is change in shape of Karana and Karya, naturally they serve different purposes. ഇങ്ങനെ ഈ എവല്യൂഷൻ നടക്കുമ്പം, ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പം കോസിന് എവല്യൂഷനും ട്രാൻസ്ഫോർമേഷനും നടക്കുന്ന സമയത്ത് പുതിയൊരു ഷേപ്പ് അറ്റൈൻ ചെയ്യും എഫക്റ്റിന്. അങ്ങനെ 2 ഷേപ്പ് എഫക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പർപ്പസസേ മാറും എന്നാണ് സാങ്ക്യ യോഗദർശനക്കാർ പറയുന്നത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രറി ചെയ്യുകയാണ്. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സത്കാര്യ ആൻഡ് അസത്കാര്യവാദം എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം എഴുതാം, പക്ഷേ ഒരു 3 മാർക്കിനൊക്കെ നിങ്ങൾക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സത്കാര്യവാദ ആൻഡ് അസത്കാര്യവാദം എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് എഴുതുന്നുണ്ട്. യു ഹാവ് ടു റൈറ്റ് ഫസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു സത്കാര്യവാദ, നത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഫോംഡ് ന്യൂലി, a new product is formed from the transformation or evolution of a pre-existing thing only. And what is asatkaryavada? Everything in the universe is formed newly. A cause is disintegrated or fully, and it formed a new thing. That is, cause is formed a new thing. So next one is the Nyaya and Vaisheshika system put forth the following arguments to establish the Karya is totally different from Karana. So ഈ അസത്കാര്യവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യവും കാരണവും ഡിഫറെൻ്റുമാണ്, കാര്യം എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം കാരണമാണ്, കോസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് എഫക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ള കുറച്ച് ഒരു 5 ക്രൈറ്റീരിയാസ് ന്യായ വൈശേഷിക ദർശനങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, ഈ ഒരു ആശയത്തിൻ്റെ പുറത്താണ്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ മേലെയാണ് ദേ ആർ ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്, ഓർ ദാറ്റ് ഈസ് എഫക്റ്റ് ഈസ് എ ന്യൂ തിങ് ആൻഡ് എഫക്റ്റ് ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്, ദാറ്റ് ഈസ് എ എഫക്റ്റ് ഈസ് ഫോംഡ് ന്യൂലി. സോ വാട്ട് ഓൾ ആർ ദേ? It is difference in identification. Buddhi Beda. First one is Buddhi Beda. What is Buddhi Beda? Karana and Karya are apprehended as different material. നമ്മൾ പറഞ്ഞ പോലെ പോട്ട് ഡിഫറെൻ്റ് ആണ്, നമ്മൾ കാണുന്നത് പോട്ട് ഡിഫറെൻ്റ് ആണ്, ക്ലേ ഡിഫറെൻ്റ് ആണ്, മുട്ട ഡിഫറെൻ്റ് ആണ്, ഓംലെറ്റ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ചപ്പാത്തി മാവ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ വീറ്റ് പൗഡർ ഡിഫറെൻ്റ് ആണ്, ചപ്പാത്തി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും ആ കാണുമ്പോൾ 2 വ്യത്യാസമുണ്ട്, കോസ് എഫക്റ്റ് വ്യത്യാസമുണ്ട്. Difference in nomenclature. Sapna Beda. Cause and product have their own different names.
ക്ലേ ഇസ് ദ കോസ്, പോട്ട് ഇസ് സോ ദേ ആർ ഓൾ ഡിഫറെൻറ്റ് തിങ്. എല്ലാത്തിനും വേറെ വേറെ പേരുകളുണ്ട്. അങ്ങനെ രണ്ട് ഈക്വൽ ആണെങ്കിൽ ഒരു പേര് കൊടുത്താൽ മതിയല്ലോ, എന്തിനാണ് വേറെ വേറെ പേരുകൾ കൊടുക്കാൻ പറയുന്നത്? സോ തിങ്സ് ആർ ഡിഫറെൻറ്റ്. ഡിഫറൻസ് ഇൻ യൂസ്, കാര്യഭേദ, യൂസസ് വ്യത്യാസമാണ്. ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലേ എന്ന് പറയുന്ന സാധനത്തിൻ്റെ യൂസ് വ്യത്യാസമാണ്. ക്ലേ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുക ചിലപ്പം നമ്മൾ ചിലപ്പം പഴയ കാലത്ത് ഈ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് അതിന് ഉപയോഗിക്കുന്നതാണ് ക്ലേ. അല്ലെങ്കിൽ അതിൽ നിന്നാണ് പോട്ട് ഉണ്ടാകുന്നത്. പക്ഷേ പോട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോട്ടർ ഉപയോഗിക്കുന്നത് വെള്ളം കോരാണ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേർപ്പസിനാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് മീൻസ് യൂസ്. കാര്യഭേദ ഈസ് അക്കോർഡിംഗ് ടു കാര്യഭേദ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഡിഫറൻസ് ഇൻ അപ്പിയറൻസ്, ആകാരഭേദ, കാണാനേ ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മീൻസ് കോസ് ആൻഡ് പ്രൊഡ്യൂസ് ഡു നോട്ട് ഹാവ് സിമിലാരിറ്റി ഇൻ അപ്പിയറൻസ്. അപ്പിയറൻസ് ഓഫ് ത്രെഡ് ഈസ് നെവർ സിമിലർ ടു ദാറ്റ് ഓഫ് ക്ലോത്ത്. ഒരു തുണി ഉണ്ടാക്കുന്ന സമയത്ത് ത്രെഡിനെ പോലെയല്ല തുണി ഇരിക്കുക, രണ്ടും വ്യത്യാസമാണ്. ത്രെഡാണ് കോസ്, ക്ലോത്താണ് എഫക്റ്റ്. അപ്പോൾ ത്രെഡ് പോലെയാണോ ക്ലോത്ത് ഇരിക്കുക? അതിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് മാറി. ഇനി മുട്ട എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഷേപ്പ് റൗണ്ടാണ്, ഓവൽ ഷേപ്പാണ്. പക്ഷേ ഓംലെറ്റ് ആയി എന്താ ഷേപ്പ് മാറി. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ദോശ പോലത്തെ സ്ട്രക്ചറായി. സോ അക്കോർഡിംഗ് ടു ഷേപ്പ് ഓൾസോ തിങ്സ് ആർ ഡിഫറെൻറ്റ്. ഡിഫറൻസ് ഇൻ നമ്പർ, സംഖ്യാഭേദ, നമ്പർ ഓഫ് കോസ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു തുണി ഉണ്ടാണെങ്കിൽ, ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഷർട്ട് എന്ന് പറയും. പക്ഷേ അത് ചിലപ്പോൾ 1000-കണക്കിനോ 10,000-കണക്കിനോ കോസ് ആയിട്ടുള്ള ത്രെഡുകൾ വേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു അരി വയ്ക്കുന്നു, നമ്മൾ ചോറ്, നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ചോറ്, റൈസ്, ചിലപ്പോൾ നമ്മൾ 10,000-കണക്കിന് അരിമണികൾ നമ്മൾ യൂസ് ചെയ്തിരിക്കും. നമുക്ക് കിട്ടുന്ന പക്ഷേ ചോറിൽ അത്രത്തോളം 10,000 ഒന്നും ഉണ്ടാവില്ല, ഈക്വലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ വേവ് പോയിട്ട് ചിലപ്പോൾ 1000 ഉണ്ടാവും, ചിലപ്പോൾ 500 ഉണ്ടാകത്തുള്ളൂ. സോ തിങ്സ് ആർ ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു നമ്പേഴ്സ് ഓൾസോ. സോ ദീസ് ആർ ദ 5 criteria explained by ന്യായ വൈശേഷിക സിസ്റ്റം ടു put forth അസത്കാര്യവാദ ഈസ് വാലിഡ് ഓർ അസത്കാര്യവാദ ഈസ് ജസ്റ്റിഫൈബിൾ. സോ അസത്കാര്യവാദമാണ് ദാറ്റ് ഓർ കോസ് ഈസ് or effect is different from cause, to put forth, to justify or to establish this theory, that is effect is different from cause. So for this purpose they are explaining 5 reasons for justifying the same. സോ ആപ്ലിക്കേഷൻ ഓഫ് അസത്കാര്യവാദ ഇൻ കേസ് ഓഫ് വികൃത വിഷമ സമവാദ. നിങ്ങളിപ്പോൾ 9ാം ചാപ്റ്ററിൽ ദ്രവ്യാദി വിജ്ഞാനത്തിൽ നിങ്ങൾക്ക് നിഷമേമം പഠിപ്പിച്ചെന്ന് കാണും, വിചിത്ര പ്രത്യാരബ്ദം പഠിച്ചു കാണും. മധുരമായിട്ടുള്ള ഒരു ദ്രവ്യത്തിന് അതിന് ഈക്വലായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും, അതിന് ഈക്വലായിട്ടുള്ള വീര്യം ഉണ്ടാവും, അതിന് ഈക്വലായിട്ടുള്ള വിഭാഗങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ മധുരരസമായിട്ടുള്ള ഒരു ദ്രവ്യത്തിനാണെങ്കിൽ ശീതവീര്യം ഉണ്ടാവും, പിന്നെ അതുപോലെ മധുര വിഭാഗമായിരിക്കും. പക്ഷേ ചില ഡ്രഗുകൾ നിങ്ങൾക്ക് കാണാം വിചിത്ര പ്രത്യാരത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രസാദികളൊക്കെ സെയിം ആണെങ്കിലും അല്ലെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരിക, അല്ലെങ്കിൽ അതിനെ പ്രഭാവം എന്ന് പറയും. അല്ലാതെ തന്നെ നമ്മൾ വിചിത്ര പ്രത്യാരം എന്ന കൺസെപ്റ്റിൽ ചിലപ്പം രസങ്ങളൊക്കെ 2 ഡ്രഗുകൾ സെയിം ആയിരിക്കും, പക്ഷേ 2 ഡ്രഗുകളും വീര്യം ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെ യവവും നമ്മളെ ഗോതൂമും രണ്ടും ഒന്ന് വാദത്തിനെ കൂട്ടുന്നതാണ്, ഒന്ന് വാദത്തിനെ കുറക്കുന്നതാണ്. അതിൻ്റെ രസങ്ങൾ സെയിം ആണെങ്കിലും ഒന്ന് വാദത്തിനെ കൂട്ടും, ഒന്ന് വാദത്തിനെ കുറക്കും, അത് എഫക്റ്റ് വെച്ചിട്ട്. അതുപോലെ ക്ഷീരവും മത്സ്യവും അതും നമ്മൾ അതിലത്തെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതിനാണ് വിചിത്ര പ്രത്യേകത എന്ന് പറയുക. കാരണം അതിൻ്റെ രസങ്ങൾക്ക് ഈക്വലായിട്ടുള്ള ഒരു പോസ്റ്റുലേഷനായിട്ട് വീര്യങ്ങളും വിഭാഗങ്ങളും വരണം. പക്ഷേ ചില ഡ്രഗുകൾ രസങ്ങൾ ഈക്വൽ ആയിരിക്കും, പക്ഷേ വീര്യം ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതിൻ്റെ വിഭാഗങ്ങൾ സെയിം ആയിരിക്കും, അതിൻ്റെ രസങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് വിചിത്ര പ്രത്യേകത. ഇതൊക്കെ വരുന്നത് അസത്കാര്യവാദത്തിലാണ് ഈ തിയറി വരുന്നത്. കാരണം കോസ് എഫക്റ്റ് വ്യത്യാസമാണല്ലോ. സോ അങ്ങനെയാണുകൊണ്ട് ആ ഒരു തിയറീൻ്റെ ബേസിലാണ് ഈ വിചിത്ര പ്രത്യാരബ്ദമൊക്കെ ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ത്രിദോഷജന്യ രോഗ സം ലക്ഷണാസ് ആർ നോട്ട് ആട്രിബ്യൂട്ടഡ് ടു ദോഷാസ് ഇൻവോൾവ്. ഒരു ത്രിദോഷമായിട്ടുള്ള രോഗം വന്നു നമുക്കിന്ന് വിചാരിക്കാം. ഒരു ത്രിദോഷം വാദപിത്ത കഫങ്ങളായിട്ടുള്ള ഒരു അസുഖം, വാദപിത്ത കഫ ദോഷങ്ങൾ ചേർന്നിട്ട് ഒരു അസുഖം വന്നു നമുക്ക്. സോ വാദത്തിനൊരു ഗുണമുണ്ടാവും, പിത്തത്തിനൊരു ഗുണമുണ്ടാവും, കഫത്തിനൊരു ഗുണമുണ്ടാവും. ഇതിന് മൂന്നിനും നമുക്കൊരു വാദത്തിന് 10 ഗുണം, കഫത്തിന് 10 ഗുണം, പിത്തത്തിന് 10 ഗുണം, അങ്ങനെ 30 ഗുണം ഉണ്ടാകും. അങ്ങനെ 30 ഗുണങ്ങളായിരിക്കണം നമുക്ക് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടത്. ഈ 30 ഗുണങ്ങളാണ് നമ്മൾ കോസ് എന്ന് പറയുക. എന്നിട്ടുണ്ടാകുന്ന ഡിസീസ് നമ്മളെ എഫക്റ്റ്. അങ്ങനെ ഈ 30 ഗുണങ്ങളിൽ വേണം ഡിസീസ് കാണാൻ. പക്ഷേ ചില ഡിസീസിൽ ചിലപ്പോൾ 35 ക്വാളിറ്റീസ് കാണും, ചിലതിൽ 25 ക്വാളിറ്റീസേ കാണും. അപ്പം കോസിന്ന് വ്യത്യാസമാണ് എഫക്റ്റ്. അങ്ങനെ ചരക ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സംയോഗ ഇറ്റ് ഈസ് ടോൾഡ് ദ ഡ്രഗ് നോട്ട് ഓൺലി ഇനിഷ്യേറ്റ് ആക്ഷൻ അലോൺ, ദ ഇനിഷ്യേറ്റ് ആക്ഷൻ കോമൺ ഓൾസോ. ചില ഡ്രഗുകൾ ഒറ്റയ്ക്ക് ചില ആക്ഷൻ കാണിക്കും, ചിലത് കമ്പൈൻ ചെയ്താൽ വേറെ ആക്ഷൻ കാണിക്കും.
ഇതാണ് സംഭവം. കോസുള്ള സാധനം സെയിം ആണെങ്കിലും പക്ഷെ അത് രണ്ട് സാധനങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും വേറെ ആക്ഷനാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഹണി എന്ന് പറയുന്ന സാധനം ഒറ്റയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഹണിയും അല്ലെങ്കിൽ ഗീയും ചേർത്ത് വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഈക്വലായി കഴിച്ച് കഴിഞ്ഞാൽ അത് വിഷമായിട്ട് വരും. സോ രണ്ടും കോസ് സെയിം ആണ്, പക്ഷേ രണ്ടും ഈക്വലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരും. സോ സംസ്കാരം ഓഫ് ഫുഡ് ആൻഡ് മെഡിസിൻ, സംസ്കാരങ്ങൾ അതുപോലെയാണ്. ചിലപ്പോൾ നമ്മളെ സംസ്കാരങ്ങൾ വെച്ചിട്ട്, സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, സംസ്കാരം മീൻസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അത് വെച്ചാൽ നമുക്ക് ഒരു അരി എന്ന് പറയുന്ന സാധനം നമ്മൾ അപ്പാട് കഴിക്കുന്നതും അതിനെ സംസ്കരിച്ച് കഴിക്കുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അരി അപ്പാട് കഴിക്കുന്നത് നമ്മൾ വേവിക്കാതെ കഴിച്ചതിനും വേവിച്ച് കഴിക്കുന്നതും രണ്ടും ഡിഫറെൻറ്റ് ആക്ഷൻസ് ആണ് ബോഡിയിൽ ഉണ്ടാവുക. സോ കോസ് അരി തന്നെയാണെങ്കിലും അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വ്യത്യാസം കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെ എഫക്റ്റ് വ്യത്യാസം വരുന്നു. സോ ഇൻ കേസ് ഓഫ് പാത്തോളജി ഡിസീസ് ആർ കോസ്ഡ് ബൈ മൾട്ടിപ്പിൾ കോസ് ആൻഡ് ഡിസീസ് ആർ നോട്ട് പ്രീ എക്സ്റ്റിങ് എനി ഓഫ് ദിസ് കോസ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ എന്താ വെച്ചാൽ, നമ്മൾ ഐസ്ക്രീം നമ്മൾ മഴ കൊള്ളുന്നു, മഴയാണ് കോസ്, അല്ലെങ്കിൽ മഴയാണ് കോസ്, അതിൻ്റെ ശീതഗുണമാണ് കോസ്. എഫക്റ്റ് നമുക്ക് പനി ഉണ്ടാവും. പനി എന്ന് വെച്ചാൽ ചൂടുള്ള ഒരു സാധനമാണ്, ഫീവർ, ഹോട്ടായിട്ടുള്ള സാധനമാണ്. ഈ മഴയിൽ ഈ കോസിലൊരിക്കലും ഈ ചൂടെന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തില്ല. അത് ബോഡിയിലേക്ക് പോയി ആ ബോഡിയിലേക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം മാത്രമാണ് ദൂഷ്യ സമ്മൂർച്ഛനം നടന്നതിന് ശേഷം മാത്രമാണ് പനി എന്ന് പറയുന്ന സാധനം ഉണ്ടോ. കോസ് എന്ന് പറഞ്ഞ സാധനം തണുപ്പാണ്, മഴയാണ്. എഫക്റ്റ് എന്താണ്, പനിയാണ്, ചൂടാണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അസത്കാര്യവാദ ഈസ് എക്സ്പ്ലെയിനിങ് ഹിയർ. ഇതാണ് റിഗാർഡിങ് അസത്കാര്യവാദം. ഇനി അസത്കാര്യവാദത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ കുറേ തിയറീസ് ആചാര്യം പറയുന്നുണ്ട്. ദാറ്റ് എമംഗ് വൺ തിയറി ഈസ് പരമാണുവാദ. പരമാണു മീൻസ് വിത്ത് അറ്റോമിക് തിയറി, ദ തിയറി ഓഫ് അറ്റോമിക് ഡിസ്പൊസിഷൻ. ഇതാണ് പരമാണുവാദം. ആയുർവേദത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് പരമാണുവാദം. ആയുർവേദം എങ്ങനെ ലൈഫ് ഉണ്ടായി, എങ്ങനെ ക്രിയേഷൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നതാണ് പരമാണുവാദം. നിങ്ങൾ സൃഷ്ടി ഉത്പത്തി പഠിച്ച പോലെ സൃഷ്ടി ഉത്പത്തി പറയുന്നത് സാങ്കേത അല്ലെങ്കിൽ സുശ്രുതനാണ്, സാങ്കേതിക ദർശനക്കാരാണ്. അത് സത്കാര്യവാദത്തിൽ വരികയും അങ്ങനെ പരമാണുവാദം എങ്ങനെയാണ് ലൈഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ ന്യായവൈശേഷികന്മാർ പറഞ്ഞിരിക്കുന്നത് പരമാണുവാദത്തിൻ്റെ ബേസിലാണ്, അല്ലെ വൈശേഷിക ദർശനം പറഞ്ഞിരിക്കുന്നത് ഈ പരമാണുവാദത്തിൻ്റെ ബേസിലാണ്. സോ ഈ പരമാണുവാദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സിലബസിലും എക്സാമിലും. അതുപോലെ നമുക്ക് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് പരമാണുവാദ? നമുക്ക് രണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. വി ക്യാൻ സ്പ്ലിറ്റ് പരമ പ്ലസ് അണു. പരമ മീൻസ് എക്സ്ട്രീം മൈന്യൂട്ട്. പരമ അണു മീൻസ് വാട്ട്? ഫൈനസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് അല്ല ഫൈനസ്റ്റ് ഫോം ഓഫ് എ പാർട്ടിക്കിൾ എന്നുവെച്ചാൽ എക്സ്ട്രീമായിട്ട്. അതിനുശേഷം പരമാണു എന്ന് പറയുന്ന സാധനം ഒരു ഫൈനസ്റ്റ് പാർട്ടിക്കിളിന് അതിനുശേഷം അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാധനത്തിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് മാക്സിമം ഒരു സാധനത്തിലെത്തും. പിന്നെ അതിനുശേഷം വി കനോട്ട് ഡിവൈഡ് ഫർദർ ഇറ്റ്. ദാറ്റ് ഈസ് പരമാണു. പിന്നെ മോഡേണിൽ എന്ത് പറയുക? ഇറ്റ് ഈസ് ആറ്റം, നത്തിങ് ബട്ട് ആറ്റം. നമുക്ക് മോളിക്യൂൾസ് അറിയാം, മോളിക്യൂൾസ് ആറ്റം ഉണ്ടാവും. ആറ്റം കനോട്ട് ബി ഡിവൈഡ് ടു ഫർദർ. ആറ്റം ഈസ് ആറ്റം, ആഫ്റ്റർ ദാറ്റ് നത്തിങ് ഈസ് ദർ. സോ ഇതിനാണ് നമ്മൾ ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫർദർ കമ്പോണൻസ്. ദാറ്റ് ഈസ് Niravayavi. We cannot further divide into much more, and it cannot be visible. It is by naked eyes. That's adindra. Indriyathinakkadum meleyanu. We cannot perceivable directly. So this is according to modern, that is atom. ഇനി ഈ ആറ്റം എന്ന് പറഞ്ഞ സാധിക്കുന്ന സാധനത്തിനെ അല്ലെങ്കിൽ ഈ പരമാണു എന്ന് പറഞ്ഞ സാധനത്തിനെ ആയുർവേദത്തിൽ മെഷർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? 1/6 ഓഫ് ദി പാർട്ടിക്കിൾ. ഏത് പാർട്ടിക്കിൾ? നമ്മളൊരു ഹോളിലേക്ക് കൂടെ നമുക്കറിയാം, രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജനലിൻ്റെ ഉള്ളിലേക്ക് കൂടെയൊക്കെ വെളിച്ചം വരുന്ന സമയത്ത് ആ വെളിച്ചത്തിനുള്ളിൽ നമുക്കൊരു പാർട്ടിക്കിൾ കാണാൻ പറ്റും. ആ പാർട്ടിക്കിളിൻ്റെ 1/6 ആണ് ഈ പരമാണു എന്ന് പറയുന്ന സാധനം എന്ന് ആയുർവേദം അല്ലെങ്കിൽ വൈശേഷിക ദർശനക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. നമ്മൾ ഒരു ബീം ലൈറ്റിലേക്ക് കൂടെ വരുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ അതിൻ്റെ 1/6 ആണ് പരമാണു. ദെൻ ശാരംഗത സംഹിത നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. ഇതിഹാസത്തിൽ ശാരംഗധര സംഹിത വൺ ഓഫ് ദി ലഘുത്രയി. ശാരംഗധര സംഹിത എല്ലാം പറഞ്ഞിരിക്കുന്നത് ഫോർമുലേഷനെ കുറിച്ചാണ്, ഫാർമക്കോളജിക്കൽ തിങ്സിനെ കുറിച്ചിട്ടാണ്. കാരണം ഫാർമസി റിലേറ്റഡ്, കഷായം എങ്ങനെ ഉണ്ടാക്കാം, അരിഷ്ടം എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഘൃതം എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനത്തെ എല്ലാ ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ് ശാരംഗധര സംഹിത പറഞ്ഞിരിക്കുന്നത്. ആ ശാരംഗധര സംഹിതയിൽ ശാരംഗധരം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 1/30th പാർട്ടിക്കിളാണ്. നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ബീം ലൈറ്റ് പോകുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിളിൻ്റെ 1/30th നമ്മൾ പരമാണു എന്ന് പറയാം. സോ വി കനോട്ട് ബി പെർസീവബിൾ ത്രൂ ഇന്ദ്രിയ ഓർ സെൻസ് ഓർഗൻസ് ഓർ ഐസ്. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ, നേക്കഡ് ഐസിനെ കൊണ്ട് കാണാൻ പറ്റുന്നതിൻ്റെ 1/30th
പരമാണു എന്ന് പറഞ്ഞിരിക്കുന്നു. സോ പരമാണു ഇൻ ആയുർവേദ. ഇനി ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പരമാണു, ഈ പരമാണുവാദം എങ്ങനെയാണ് ആയുർവേദത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെന്താണെന്ന് പഠിക്കാം. ഹ്യൂമൻ ബോഡീസ് കോൺഗ്ലമറേഷൻ ഓഫ് ഓർഗൻസ്, അവയവങ്ങൾ കൊണ്ടാണ്, പഞ്ചാവയവം അല്ലെങ്കിൽ ശരീരം, ഷഡംഗം ശരീരം എന്ന് നമ്മൾ പറയുന്നില്ലേ, 6 അംഗങ്ങളാണ്, 6 അവയവങ്ങളാണ് ശരീരം എന്ന് പറയുന്നു. ആയുർവേദത്തിൽ നമ്മളെ ബോഡി നമ്മൾ ഉണ്ടാക്കിയിരുന്ന പല അവയവങ്ങൾ കൊണ്ടാണ്. ദ ഓർഗൻസ് ആർ മെയ്ഡ് ഓഫ് ടിഷ്യൂസ്. മോഡേണിലെ ടിഷ്യൂസാണ്, ടിഷ്യൂസ് ഓഫ് സെൽസ്. നമ്മൾ അക്കോർഡിംഗ് ടു മോഡേൺ ഒരു ലിവിങ് ബീയിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലാണ്. ഈ സെല്ല് എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? ആറ്റം കൊണ്ടാണ്. ആറ്റങ്ങളുടെ ഇൻ്റഗ്രേഷൻ, ആറ്റങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് സെല്ല് ഉണ്ടാകുന്നത്. സെല്ല് കൊണ്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് കൊണ്ടാണ് പിന്നെ ഫർദർ ഓൺ ഓൾ പാർട്സ് ഉണ്ടാകുന്നത്. അതുപോലെ അത് നമ്മൾ ലൈഫ് കൂടിച്ചിരുമ്പം, ഇനി ലൈഫ് ഇല്ലാതാകുമ്പോൾ എന്താണ്? ആറ്റം ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും, ആറ്റം നശിച്ചു പോവും. അപ്പോൾ സെല്ല് നശിച്ചു പോവും, ടിഷ്യൂസ് നശിച്ചു പോവും. ടിഷ്യൂസ് നശിച്ചു കഴിഞ്ഞാൽ പാർട്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഓർഗൻസ് നശിച്ചു പോവും. ഇങ്ങനെയാണ് നമ്മൾ ഡിസൻറ്റഗ്രേഷൻ സംഭവിക്കുക. സോ ഇവിടെ ചരകം ശരീരത്തിൽ പരമാണുവിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചരകാചാര്യൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിൽ 7th ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടായിരിക്കുന്നത് എന്ന് ആചാര്യ ചരക പറഞ്ഞിരിക്കുന്നതാണ്. സോ നെക്സ്റ്റ് ഇയർ നിങ്ങളിത് പഠിക്കും ഡീറ്റെയിൽ. അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾ അനാട്ടമിയിൽ പഠിച്ചു കാണുമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ പഠിക്കും നിങ്ങൾ. ശരീര അവയവസ്തു പരമാണു ഭേദന അപരിസംഖ്യ ഭവന്തി അതിബഹുത്വാത് അതിസൂക്ഷ്മ്യാത് അതീന്ദ്രിയത്വാച തേഷാം സംയോഗ വിഭാഗേ പരമാണു നാം കാരണം വായു കർമ്മ സ്വഭാവശ. ശരീര അവയവസ്തു, ശരീരത്തിലെ അവയവങ്ങൾ, ദ ഹ്യൂമൻ ബോഡി പാർട്സ് പരമാണു ഭേദന അപരിസംഖ്യേന ഭവതി. പരമാണു കൊണ്ടാണ്, അപരിസംഖ്യ മീൻസ് ഇന്യൂമറബിൾ, ഇന്യൂമറബിൾ ആയിട്ടുള്ള പരമാണു കൊണ്ട്, ആറ്റംസ് കൊണ്ട്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഹ്യൂമൻ ബോഡി ഉണ്ടായിരിക്കുന്നത്. ഹ്യൂമൻ ബോഡീസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഓഫ് ഇന്യൂമറബിൾ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. അതിബഹുത്വ, ദാറ്റ് ഈസ് അതിബഹുത്വ, ഇന്യൂമറബിൾ ഓർ മോർ ലാർജ് നമ്പർ. അതീന്ദ്രിയത്വ, വി കനോട്ട് സീ ബൈ നേക്കഡ് ഐസ്. അതീന്ദ്രിയത്വാത് അതിസൗക്ഷ്മ്യാച്ച, ഇറ്റ് ഈസ് വെരി മൈന്യൂട്ട്, അതിസൗക്ഷ്മ്യ. തേഷാം സംയോഗ വിഭാഗേ പരമോണാനും കാരണം. ഇതിൻ്റെ സംയോഗ വിഭാഗങ്ങൾ നിങ്ങൾ എൽസാമാം പഠിപ്പിച്ചെന്നല്ല, സംയോഗ വിഭാഗങ്ങൾ ഗുണത്തിൽ നിങ്ങൾ സംയോഗ വിഭാഗം പഠിച്ചു, കോമ്പിനേഷനും സെപ്പറേഷനും. ഇതിൻ്റെ കോമ്പിനേഷൻ, പരമാണുവിൻ്റെ കോമ്പിനേഷനും സെപ്പറേഷനും കൊണ്ടാണ് ഈ ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടാകുന്നതും അവയവങ്ങൾ നശിച്ചു പോകുന്നതും. വായു കർമ്മ സ്വഭാവച്ച, ഇതിന് കാരണം വായുവാണ്, വാദമാണ്, അല്ലെ വായു മഹാഭൂതമാണ്. ഇതിന് കാരണം വായു മഹാഭൂതമാണ്. ഈ പരമാണു കൂടിച്ചേരാനും പരമാണുവിനെ സെപ്പറേറ്റ് ചെയ്യാനും അവയവങ്ങൾ ഉണ്ടാക്കാനും കാരണം വായു മഹാഭൂതമാണെന്ന് ആചാര്യൻ പറയുന്നു. നിങ്ങൾ മറ്റേ 9th ചാപ്റ്റർ ലക്ഷ്മാധിഷ്ഠാനം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചില്ലേ? അതിലൊന്നും പറഞ്ഞില്ലേ വായുവാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഇൻറ്റഗ്രേഷനും ഡിസൻറ്റഗ്രേഷനും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അഷ്ടാംഗതീയ 9th ചാപ്റ്റർ 1st ശ്ലോക എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ വൈശേഷികാസ് കൺസെപ്റ്റ് ഓഫ് ക്രിയേഷൻ. ഇനി ഈ പരമാണുവാദത്തിൻ്റെ ബേസിക്കലിയാണ്, അല്ലെങ്കിൽ പരമാണുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിയേഷൻ, എങ്ങനെ ലൈഫ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് പരമാണുവാദത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സോ വെനെവർ ദേ ആസ്കിങ് ഈ ക്വസ്റ്റ്യൻ പരമാണുവാദ, യു ക്യാൻ റൈറ്റ് പരമാണുവാദ ആൻഡ് പരമാണുവാദ യൂസ് ഓഫ് പരമാണുവാദ ഇൻ ആയുർവേദ ആൻഡ് യു ക്യാൻ റൈറ്റ് വൈശേഷികാസ് കൺസെപ്റ്റ് ഓഫ് ക്രിയേഷൻ. സോ എന്താണ് ഇൻ വൈശേഷിക സിസ്റ്റം? ക്രിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അസോസിയേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഈസ് ദ ഡിസോസിയേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ആറ്റംസ്. എന്താണ് വൈശേഷിക ദർശന പ്രകാരം ആറ്റങ്ങളുടെ കോമ്പിനേഷനാണ് ലൈഫ് ഉണ്ടാക്കുന്നത്. ആറ്റങ്ങളുടെ നാശമാണ്, ആറ്റങ്ങളുടെ സെപ്പറേഷനാണ് മരണം അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഇൻഹറൻറ്റ് കോസ് ഫോർ ക്രിയേഷൻ ഇസ് പരമാണു. സമവായ കാരണമായിട്ട്, പരമാണുക്കളെ സമവായ കാരണമാണ് നമുക്ക് ലൈഫ് ഉണ്ടാകുന്നത്. പരമാണുക്കളെ സമവായ കാരണം. പിന്നെ പരമാണുവാരങ്ങളെ ഇൻറ്റഗ്രേഷൻ അല്ലെ ഇത് അസമവായ കാരണം. അതുകൊണ്ടാണ് പിന്നെ ഈ ലൈഫ് അല്ലെ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ലൈഫ് ഉണ്ടാകുന്നത്. ഇൻസ്ട്രുമെൻ്റൽ കോസ് ഈസ് ഗോഡ്സ് വിൽ ഈശ്വര ഇച്ഛ. ദ ആറ്റംസ് ബൈ ദംസെൽസ് ആർ നോട്ട് ആക്റ്റീവ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ വൈശേഷിക ദർശനന്മാർ അന്ന് അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അവർ ചിന്തിക്കണം എങ്ങനെയാണ് ലോകത്തിൽ ക്രിയേച്ചേഴ്സ് ഉണ്ടായതെന്ന്. അപ്പോൾ അവർ ആലോചിക്കുന്നത്, അവർ പറയുകയാണ് നമ്മുടെ ലോകത്തിൽ ഇങ്ങനെ ആറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട്, പരമാണുക്കൾ ഒരുപാടുണ്ട്, പഞ്ചമഹാഭൂതങ്ങളുണ്ട്. പക്ഷേ ഇതിനൊന്നും സ്വന്തമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്വന്തമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഇവരുടെ തിയറി പ്രകാരമാണ് ഇവർ പറയുന്നത് ഇതിനെ സ്വന്തമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. സോ അവരങ്ങനെ ആലോചിച്ചപ്പം മനസ്സിലാക്കി ഇതിന് ദൈവത്തിൻ്റെ ഗോഡ് ഒരു അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് ഇതിനെ
ഈ ഭൂമിയിൽ കാണുന്ന യൂണിവേഴ്സ് കാണുന്ന ഒരുപാട് പരമാണുക്കൾ ഗോഡിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിന് എന്തൊക്കെയാണ് ആക്ഷൻ ചെയ്യാൻ തുടങ്ങും, ഇതിന് മൂവ് ചെയ്യാൻ പറ്റും, ഇതിന് ഈ ആക്ടിവിറ്റി കിട്ടും. ഇങ്ങനെ അതിന് ഈശ്വര ഇച്ഛ എന്ന് പറയും. ഗോഡിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം ഈ നിർജീവമായിരിക്കുന്ന ആറ്റങ്ങൾ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ജീവൻ വെക്കാൻ തുടങ്ങും. ദൈവം ഒരു ഇനീഷ്യേഷൻ കൊടുക്കും, ഒരു പുള്ള് കൊടുക്കും, ഒരു എന്താ പറയുക, ഒരു ഈ ആക്ഷന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ കൊടുക്കും ദൈവം. അങ്ങനെ ഈ പരമാണുക്കളെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഈ പരമാണുക്കളാണ് സമവായ കാരണം, ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള സമവായ കാരണം. പരമാണുക്കളില്ലാതെ ഒരിക്കലും ലൈഫ് ഉണ്ടാകത്തില്ല, ജീവൻ ഉണ്ടാകത്തില്ല. അതിനെയാണ് സമവായ കാരണം എന്ന് പറയുക. ഇൻസെപ്പറബിൾ ആയിട്ട് റിലേഷനാണ്. സോ ഈ പരമാണുക്കൾ എന്താക്കും, ദൈവത്തിൻ്റെ ഈ ഗോഡിൻ്റെ ഈശ്വരേച്ഛ കൊണ്ട് അതെന്താക്കും, കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. ഈ പരമാണുക്കൾ കമ്പൈൻ ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് അസമവായ കാരണം എന്ന് പറയുക. അത് ഇപ്പോൾ ഇത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസമവായ കാരണത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോകണം. ഈ പരമാണുക്കളുടെ പല ക്വാളിറ്റീസും ഈ പരമാണുക്കളുടെ പല ഗുണങ്ങളും അതൊക്കെ ചേർന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അസമവായ കാരണം എന്ന് പറയാം. സോ ഇതിലിപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ പരമാണുക്കൾ സമവായ കാരണവും പരമാണുക്കളെ ഇൻ്റഗ്രേഷൻ, പരമാണുക്കളെ കൂടിച്ചേരൽ അസമവായ കാരണമാണ്. നിമിത്ത കാരണമാണ് ദൈവമാണ്. ഈ ദൈവം ആണ് ഈ പരമാണുക്കളെ അതിനെ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ക്രിയേഷൻ ഉണ്ടാവുക. അവസാനം ഈ ഗോഡിൻ്റെ ഈശ്വരേച്ഛ കൊണ്ട് പരമാണു ഈ ഇൻ്റഗ്രേഷൻ നടക്കാൻ തുടങ്ങും. ആ ഇൻ്റഗ്രേഷൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ആറ്റംസോ കോമ്പിനേഷൻ ഓഫ് പരമാണു നടക്കും. അവസാനം കാര്യദ്രവ്യങ്ങൾ ഉണ്ടാകും, അത് പ്രൊഡക്റ്റ് ഉണ്ടാകും എന്നാണ് ഈ തിയറി പ്രകാരം, വൈശേഷിക തിയറി പ്രകാരം പറയുന്നത്. ഇനി ഈ അസോസിയേഷൻ ഓഫ് ആറ്റം, എങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടാവും, എങ്ങനെയൊക്കെ ഈ ആറ്റങ്ങൾ കോമ്പിനേഷൻ ഉണ്ടാകുന്ന വെച്ചാൽ, ഫസ്റ്റ് ആറ്റം ഉണ്ടാവും, പരമാണു ഉണ്ടാവും. പരമാണു എന്താക്കും, ഒരു പരമാണു ഉണ്ടാവും. ഈ ഒരു പരമാണു കൂടി ചേർന്നിട്ട് 2 ആറ്റങ്ങൾ ഉണ്ടാവും, ദ്വയാണുകൾ ഉണ്ടാവും. ഇതിന് ദ്വയാണുകളുടെ ത്രസ്രേണു എന്ന് പറഞ്ഞിട്ട് 3 ആറ്റങ്ങൾ ഉണ്ടാവും. ഈ ത്രസ്രേണു എന്ന് വെച്ചാൽ എന്താ പറയുന്നത് വെച്ചാൽ, ത്രസ്രേണു മീൻസ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ പരമാണുവിന് 1/6 പാർട്ടിക്കിൾ എന്ന് പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ നെയ്ക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്നതിനാണ് ത്രസ്രേണു എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ ആറ്റങ്ങളെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ ബീം ലൈറ്റിലേക്കൂടെ പോകുന്ന അല്ലെങ്കിൽ ആ ചെറിയ പാർട്ടിക്കിൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾക്ക് ത്രസ്രേണു എന്ന് വേണമെങ്കിൽ പറയാം, ത്രയാണു. സോ ഫസ്റ്റ് പരമാണു, ആ പരമാണുന്ന് 2 ആറ്റങ്ങൾ ചേർന്നു ദ്വയാണു പിന്നെ ചേർന്നിട്ട് ത്രയാണുമായി 3 ആറ്റങ്ങൾ ചേർന്നു. ഇതിന് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്മോളസ്റ്റ് വിസിബിൾ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫോമിനെയാണ് സ്മോളസ്റ്റ്, ഏറ്റവും സ്മോളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനത്തിന് നമ്മൾ ത്രസ്രേണു അല്ലെങ്കിൽ അണു എന്ന് പറയും. സോ ഈ ത്രസ്രേണു ചേർത്തിട്ട് പഞ്ചക അണുക, പെൻഡാറ്റംസ്, പഞ്ചക അണുക എന്ന് വെച്ചാൽ പെൻഡ ആറ്റംസ് ഉണ്ടാവും, 25 ചേർന്നുണ്ടാവും. ഈ 25 അണുക്കൾ അല്ലെ ആറ്റംസ് എന്നാണ് കാര്യങ്ങൾ അല്ലെ എഫക്റ്റുകൾ അല്ലെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതിനാണ് കർമ്മവൃദ്ധി എന്ന് പറയുന്നത്, അല്ല കർമ്മയല്ല ക്രമവൃദ്ധി എന്ന് പറയുന്നത്. മീൻസ് ദിസ് പാറ്റേൺ ഓഫ് അസോസിയേഷൻ കോൾഡ്, ദാറ്റ് ഈസ് പരമാണു, ദ്വയാണു, ത്രയാണു ആൻഡ് പഞ്ചക അണു. ഇതിന് ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ദിസ് പാറ്റേൺ ഓഫ് അസോസിയേഷൻ ഇസ് കോൾഡ് ക്രമവൃദ്ധി. വൃദ്ധി മീൻസ് സീക്വൻഷ്യൽ അക്യുമുലേഷൻ ഓർ ഇൻ്റഗ്രേഷൻ. ഇനി എന്താ പറയുക, ഇത് ഒരു യൂണിവേഴ്സിന് ഒരു ലൈഫ് ഉണ്ടാകും, യൂണിവേഴ്സിൽ എങ്ങനെ ക്രിയേഷൻ ഉണ്ടാകുന്നത്. ഇനി ക്രിയേഷൻ മാറി എങ്ങനെ ഡെത്ത് വരുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത്, നേരെ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ. പഞ്ചാണുകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ മനുഷ്യൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു പരമാണു ഉണ്ടായി, ഇത് എക്സാമ്പിളാണ്. ഒരു ദ്വയാണു ഉണ്ടായി, ഒരു ത്രസ്ര അണു ഉണ്ടായി, ഇനി പഞ്ചക അണു ഉണ്ടായി. അപ്പോൾ പഞ്ചക അണുവാണ് ഒരു ഹ്യൂമൻ ബോഡി എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ നശിച്ചു പോകുമല്ലോ വയസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ എന്താ, ഈ പഞ്ചക അണു എന്താകും, നേരെ നമുക്ക് ത്രസ്രേണുവാകും, ത്രസ്രേണിന്ന് ദ്വയാണുന്ന് പരമാണുവും. ഇങ്ങനെയാണ് നാശത. ഇതിന് ക്രമധ്വംസക എന്ന് പറയും. ധ്വംസകം എന്ന് വെച്ചാൽ നാശം എന്നാണ് ധ്വംസകത്തിന് അർത്ഥം, അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷൻ എന്നാണ് അർത്ഥം. സോ ഇതാണ് തിയറി ഓഫ് എവല്യൂഷൻ ബൈ വൈശേഷികാസ്. പക്ഷെ നമ്മൾ ഈ ആയുർവേദം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു തിയറി ആയുർവേദക്കാരെ എടുത്തിട്ടില്ല. ആയുർവേദക്കാരെ എടുത്തിരിക്കുന്നത് സൃഷ്ടി ഉത്പത്തി ബൈ സാങ്ക്യ യോഗ ദർശനയാണ്. അവ്യക്ത മഹത്ത അഹങ്കാരങ്ങൾ വെച്ചിട്ടാണ് ആയുർവേദം, അല്ലെങ്കിൽ ചരകാചാര്യനും സുശ്രുതാചാര്യനും, അല്ലെങ്കിൽ ആയുർവേദ ചരകാചാര്യനല്ല സുശ്രുതാചാര്യനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആയുർവേദം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് സൃഷ്ടി ഉത്പത്തിയാണ് സാങ്ക്യ ദർശനത്തിൻ്റെ.
ഈ ഒരു തിയറി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചമഹാഭൂതങ്ങളുടെ കോമ്പിനേഷനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ പഞ്ചീകരണമൊക്കെ എൽസ മാഡം പഠിപ്പിച്ചു എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. പഞ്ചീകരണം അങ്ങനെ ആ ഒരു കൺസെപ്റ്റൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു തിയറിയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പിന്നെ രസങ്ങൾ പറയും. നിങ്ങൾ അടുത്ത കുറച്ച് ദ്രവ്യഗുണം പഠിക്കുമ്പം നിങ്ങൾ ഈ വർഷം ഷ്മ അമ്പു അഗ്നിഷ്മ അമ്പുജ ഹക്കാപായു അഗ്നിയനിലെ ഗോവനിലെ എന്നൊക്കെ നിങ്ങൾ രസങ്ങൾ പഠിച്ചു. 6 രസങ്ങൾ. 6 രസം എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. സോ അടുത്ത വർഷം നിങ്ങൾ ദ്രവ്യത്തിൽ രസങ്ങൾ പഠിക്കും. രസം എങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ രസമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു തിയറിയാണ് ആചാര്യം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി എവല്യൂഷൻ ഓഫ് തിയറി ബൈ വൈശേഷിക ദർശന ഓർ തിയറി ഓഫ് എവല്യൂഷൻ ബൈ വൈശേഷിക ദർശന. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്കാര്യവാദമാണ്. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസത്കാര്യവാദമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സത്കാര്യവാദം പഠിച്ച സമയത്ത് സത്കാര്യവാദത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഉപാദാന ഗ്രഹണാത്, ശക്തസ്യ ശക്യ ഗ്രഹണാത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാരണഭാവാച്ച അങ്ങനെയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ അസത്കാര്യവാദത്തിൽ വരുമ്പോൾ നമുക്ക് ചെറിയൊരു പോർഷനേ പഠിക്കാനുള്ളൂ. പക്ഷേ അസത്കാര്യവാദം ചോദിച്ച് നിങ്ങൾക്ക് 10 മാർക്കിന് നിങ്ങൾക്ക് പരമാണുവാദം എഴുതാം, തിയറി ഓഫ് എവല്യൂഷൻ എഴുതാം. ഇനി ഈ തിയറി ഓഫ് എവല്യൂഷൻ ഈ പരമാണുവാദത്തിൻ്റെ ബേസായിട്ട് ഇനി അടുത്തൊരു തിയറി ഉണ്ട്, അതും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ മാർക്കും നിങ്ങളുടെ ടൈമും നോക്കിയിട്ട് യു ഹാവ് ടു റൈറ്റ് അക്കോർഡിംഗ് ടു ദ മാർക്ക് ആൻഡ് ടൈം. So this is regarding the Paramanuvada as well as the Asatkaryavada. So if you have any doubt, we can discuss further. Thank you.